ഇപ്പൊ TDS പിടിക്കുന്നതിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും? TDSന്റെ കാര്യത്തിൽ വലിയ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ സിംപ്ലിഫിക്കേഷന്റെ ഭാഗമായിട്ട് തന്നെ കേട്ടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഴയ ആക്ട് എടുത്ത് നോക്കാം. നമ്മൾ സെക്ഷൻ 192 അല്ലെങ്കിൽ 190ക്ക് ശേഷം അങ്ങോട്ട് തുടങ്ങിയിട്ട് 195 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NRI വരെയാണ് TDSകൾ പോണത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ 194. അപ്പൊ ഈ 4ൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ABC എന്ന് പറഞ്ഞാൽ എങ്ങനെ ജെ കഴിഞ്ഞും പിന്നെ ഇപ്പൊ T വരെ ഉണ്ട്. അപ്പൊ ഒരു സെക്ഷനിൽ തന്നെയാണ് കേട്ടോ ഈ ABCD എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് വായിച്ചു നോക്കിയാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നുണ്ടല്ലോ നമുക്ക് വായിച്ചപ്പോ നമുക്കിപ്പോ ഒരു എത്രയാണ് ഇതിന്റെ ഒരു ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് അറിയണം, എത്ര പെർസെന്റേജ് ആണ് പിടിക്കണം അറിയണം. അപ്പൊ അത് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ ഇത് മുഴുവൻ നമ്മള് വായിച്ച് നോക്കിയാലാണ് ഓക്കെ ഇത് 50,000 ആണോ ലിമിറ്റ്, 1,00,000 ആണോ ലിമിറ്റ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ പുതിയ ആക്ടില് സെക്ഷൻ 393ലാണ് TDS വരുന്നത്. അപ്പൊ ജസ്റ്റ് ചെറിയൊരു പാരഗ്രാഫ്, ഒരു എനിക്ക് തോന്നുന്നു ആകെ ഒരു 4-5 സബ്സെക്ഷൻ ഉള്ള ഒരു പാരഗ്രാഫ്, ഇതിൽ കുറച്ചൊരു ഒരു പേജിന്റെ പകുതി ഉള്ളൂ TDS. ഇൻകം ടാക്സ് ആക്ടില് TDSനെ പറ്റിയിട്ട് ഇത്രയും പറയുന്നു. അതിനുശേഷം ഈ ഓരോ ഐറ്റംസ് ഉണ്ടല്ലോ, ഈ ഓരോ ഐറ്റംസ് ഒരു ടേബിൾ ആയിട്ട് വന്നേക്കാണ്. അപ്പൊ കുറച്ച് ഈസിയാണ് നമുക്ക്. ഇപ്പൊ കമ്മീഷൻ ആണ്, അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, പെർസെന്റേജ് എത്രയാണ്, സീലിംഗ് എത്രയാണ്. അപ്പൊ നമുക്കൊന്ന് റെഫർ ചെയ്യാനും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും വളരെ ഈസിയാണ്.